സംസ്ഥാനം ഏത് നിമിഷവും അപ്രതീക്ഷിത ലോഡ് ഷെഡിങ്ങിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് നൽകി കെ.എസ്.ഇ.ബിക്ക് നൽകാനുള്ള പണം നൽകിയില്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. മഴ കുറഞ്ഞ സാഹചര്യത്തിൽ അധിക വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്ന നേരത്തെ സർക്കാരിന് അറിയിപ്പ് നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പവർ കട്ടിലേക്ക് പോകുന്നത്. സംസ്ഥാനത്ത് ഒരു ദിവസത്തെ വൈദ്യുതി ഉപയോഗം 10 ദശലക്ഷം യൂണിറ്റാണ്. മഴ കുറഞ്ഞ സാഹചര്യത്തിൽ പുറത്തുനിന്നും അധിക വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ കെ.എസ്.ഇ.ബി സർക്കാരിന് അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കാത്തതിനാലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ലോഡ് ഷെഡിങ്ങിലേക്ക് പോകേണ്ടി വരുമെന്ന് കെ.എസ്.ഇ.ബി മുന്നറിയിപ്പ് നൽകുന്നത്. കൂടാതെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ കെ.എസ്.ഇ.ബിക്ക് കോടിക്കണക്കിന് രൂപയാണ് ലഭിക്കാനുള്ളത്. ഇതോടെ കെ.എസ്.ഇ.ബിയിൽ ധനപ്രതിസന്ധി രൂക്ഷമായി. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം 1768 കോടി രൂപ ബിൽ കുടിശ്ശിക ഇനത്തിൽ കെ.എസ്.ഇ.ബിക്ക് കിട്ടണം. വാട്ടർ അതോറിറ്റിയാണ് ഏറ്റവും കൂടുതൽ കുടിശ്ശിക നൽകേണ്ടത്. നിലവിലെ കുടിശ്ശികകൾ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരുന്നുവെങ്കിലും പിന്നീട് നടപടി ഉണ്ടായിട്ടില്ല. മുൻകൂർ പണമടച്ച് വൈദ്യുതി വാങ്ങിയില്ലെങ്കിൽ നിലവിലെ സ്ഥിതി രൂക്ഷമാകും. പവർ കട്ടല്ലാതെ നിലവിൽ കെ.എസ്.ഇ.ബിയുടെ മുന്നിൽ മറ്റു മാർഗമില്ലെന്നാണ് സർക്കാരിനോട് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.